ഖജാനത്തിന് മുന്നിൽ ചെല്ലുന്നത് പലിശ ഈടാക്കാനാണ്. അത് പണമായി തന്നെ വേണമെന്ന് നിർബന്ധമില്ലാത്തോണ്ട് നേരവും കാലവും നോക്കാറില്ല. മറ്റ് പല രീതിയിലും ഞാനത് മുതലാക്കാറുണ്ട്. ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. കഴുത്തിന് പിടിച്ച് വെളിയിലാക്കണം. അല്ല, അയാളെ കുറ്റം പറയാൻ പറ്റില്ല. രേവതിയെ കണ്ടിട്ട് തന്നെയാ ഈ കണ്ട പണം മുഴുവൻ നിങ്ങൾക്ക് കടമായിട്ട് തന്നത്. സാധാരണ പെൺകുട്ടികളുള്ള വീട്ടിൽ പണം കടം കൊടുത്താൽ അവനത് മുതലാക്കാറുണ്ട്. ഇവിടെന്നും അങ്ങനെ മുതലാക്കിയെന്നാ അയാൾ പറഞ്ഞു നടക്കുന്നത്. തൃപ്തിയായല്ലോ അല്ലേ? പഴയ കൂട്ടുകാരുടെ കുടുംബത്തിനെ സഹായിച്ചതിന് ശരിക്കും കിട്ടിയല്ലോ. ഈ മുഖം നിർമ്മിച്ചകത്തേക്ക് എന്നാലേ എന്താ പ്രശ്നം അച്ഛൻ ചോദിക്കും. വഴിയിൽ വെച്ച് കുറെ പറഞ്ഞല്ലോ, അത് പോരെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞു. പക്ഷെ അച്ഛനൊന്നും അറിയരുത്. എന്റെ ഈ കഴുതി കിടക്കുന്ന മാലയുണ്ടല്ലോ, ഇവളുടെ അമ്മ എന്നതാ. ഈ മാല നിന്റെ കഴുത്തിന്റെ ഒരു അലങ്കാരമാണ്. അത് കഴുത്തിൽ വന്ന ശേഷം നിന്നിലൊരു വെളിച്ചം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതിപ്പോലും വിട്ടിട്ടില്ല അല്ലെ? ഇതിപ്പോ അത്ര വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നില്ല. ആൾക്കാരെ തല്ലുന്നതിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന ആർക്കും ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. നിങ്ങളുടെ ഹൗസ് ഓണർക്ക് അടി കിട്ടിയത് എന്റെ തെറ്റല്ല. അടിക്കിടയിലേക്ക് വന്നു ചാടിയത് അയാളുടെ തെറ്റാ. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, തെറ്റെന്ന് തോന്നിയാൽ തല്ലും. അപ്പോ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങളെ ആരും തല്ലും? എന്റെ നിനക്കെന്നെ തല്ലാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ അതിനർത്ഥം? തല്ലുന്ന ഞാൻ പറഞ്ഞില്ലേ പറയാം. അവനൊരു പാവ, നല്ലോനാ. ആരും അറിയാതെ പോയി എന്റെ പോനെ. രേവതിക്ക് വേണ്ടി ജീവിതത്തിൽ ആദ്യമായി മറ്റൊരാൾക്ക് മുന്നിൽ തോറ്റുകൊടുത്ത് സച്ചി. ആകാനും തോൽക്കാനും വലിയ മനസ്സുള്ളവർക്കെ മാഷെ കഴിയും. നന്ദിയുണ്ട് എന്നോട് ക്ഷമിച്ചാൽ. എന്നിട്ടും സച്ചിനെ അറിയാതെ രേവതി സ്വന്തം കാര്യം സന്തോഷമില്ലാതെ ചുറ്റുമുള്ള ആരെങ്കിലും പറ്റി ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? ഗീതയ്ക്കുള്ള ഈ വർഷത്തെ അവാർഡിനെ ശുപാർശ ചെയ്യാൻ ചിലപ്പോൾ കിട്ടും. അത്തരൊരു ഗീതകൃത്യമാണല്ലോ അയാൾ ചെയ്തത്. ഇവന്റെ ഈ വലിയ മനസ്സ് ഇവളെന്ന് തിരിച്ചറിയും.